ഇന്നലെ പറഞ്ഞു വെച്ചു റുകൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാജിബായ കാര്യങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ റുകൂ ആയി തീരുകയും. ഇനി റുകൂ ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് സുന്നത്തുകൾ, ആ സുന്നത്തുകൾ പലപ്പോഴും നമ്മിൽ നിന്ന് പലരും വിട്ടുപോകുന്നു എന്നൊരു സംശയവും. റുകൂ ചെയ്യുന്ന അവസരത്തിൽ സുന്നത്തുകളെല്ലാം എടുക്കണം. ഒന്നാമത്തെ സുന്നത്ത്, റുകൂവിലേക്ക് പോകുന്ന അവസരത്തിൽ ഇന്ത്യക്കാലിന്റെ തക്ബീർ ചൊല്ലുക എന്നല്ല പറഞ്ഞത്. റുകൂവിലേക്ക് പോകുന്ന അവസരത്തിൽ കൈ ഉയർത്തണം. കൈ ഇങ്ങനെ കെട്ടിയിട്ടാണ് ഉണ്ടാവുക. അത് കൈ ചുമലിനോട് നേരെ ഉയർത്തണം. ഇങ്ങനെ ഉയർത്തണം. അല്ലാഹു നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 4 അവസരത്തിൽ കൈ ഉയർത്തണം. അതിനുശേഷം ഞാൻ ചില സന്ദർഭങ്ങളിലേക്ക് നോക്കാറുണ്ട്, അങ്ങനെ ഉയർത്താറുണ്ട്. കുറെ ആളുകൾ ചെയ്യാറുണ്ട്. അത് ഇനി എല്ലാവർക്കും ചെയ്യണം. നമ്മൾ നേരത്തെ ശീലിച്ച് വന്ന ചില ശീലങ്ങൾ അത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കണം, സുന്നത്ത് പറഞ്ഞിരുന്നല്ലോ, അത് എന്തായിരുന്നത് എന്ന് ശ്രദ്ധിക്കണം. വിട്ടുപോയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. അതിൽ പെട്ടെന്നാണ് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും മിസ്സാക്കുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു, ചിലരൊക്കെ എന്താ ചെയ്യാം, ശ്രദ്ധിച്ചാൽ ഞാൻ എങ്ങനെയാണോ പോകുന്നതെന്ന് ഓരോരുത്തരെ ശ്രദ്ധിക്കണം. മറ്റേ വേറെ ഒരാളെ ശ്രദ്ധിക്കണം. അവനവനെ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലാവും ഞാൻ എങ്ങനെയാണ്. ആളുകൾ അങ്ങനെയുണ്ട്. ചിലര് ഇങ്ങനെയുണ്ട്, കൈ ഉയർത്തും, ആ സുന്നത്ത് കിട്ടും. പക്ഷെ നേരിട്ട് പോകുന്ന സുന്നത്ത് ആർക്കും നഷ്ടപ്പെടും. അല്ലേ? അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നോക്കണം. കൃത്യമായി നമ്മൾ ചെയ്യുന്നതൊക്കെ ആ സുന്നത്ത് നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ആ നൃത്തത്തിൽ നിന്ന് പോകുന്ന അവസരത്തിൽ ആ രൂപത്തിലാണ് ഇങ്ങനെ കൈ ഉയർത്തുക എന്നത് ഒരു സുന്നത്താണ്. അടുത്ത ഒരു സുന്നത്ത്, നാം കൈ ഉയർത്തി ഇവിടേക്ക് പോകാൻ റുകൂയിലേക്ക് പോകുന്ന അവസരത്തിൽ റുകൂയിൽ എത്തുമ്പോൾ നാം എങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരു പലക പോലെ ആയിരിക്കണം. ഒരു പലക പോലെ നമ്മുടെ തലഭാഗം, പിരടി, നമ്മുടെ മുതുക്, ഈ മൂന്നും ഒരു പലക പോലെ നിൽക്കണം. അപ്പൊ ഞാൻ റുകൂയിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ പോകുന്ന അവസരത്തിൽ ഇതുപോലെ ഒരു പിരടി കറക്റ്റ് ഒരു പലക വെച്ച് കഴിഞ്ഞാൽ വീണ് പോകാൻ പാടില്ല. അങ്ങോട്ടും വീഴാൻ പാടില്ല, ഇങ്ങോട്ടും വീഴാൻ പാടില്ല. ഇതുപോലെ കൃത്യമായി ഉണ്ടാവുക എന്നത് പ്രത്യേകം നോക്കേണ്ട ഒരു സുന്നത്ത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട സുന്നത്ത്. അടുത്ത ഒരു സുന്നത്ത്, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നതാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ മറ്റൊരു സുന്നത്താണ്. എത്ര സുന്നത്താണ് നമുക്ക് കിട്ടുന്നത്? തൊട്ടടുത്തുള്ള ഒരു സുന്നത്ത് പലരും ഇതൊക്കെ നഷ്ടപ്പെടുത്തണം. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. റുകൂ ചെയ്യുന്ന അവസരത്തിൽ കൈ രണ്ടും കൊണ്ടുപോയി ഈ ഉള്ളക്കൈ നമ്മുടെ മുട്ടിൽ വെച്ചെങ്കിലേ റുകൂ ആവുകയുള്ളൂ. വിരൽ വെച്ചാൽ റുകൂ ആവില്ലെന്ന് ഇന്നലെ പറഞ്ഞു. അപ്പോ ഈ മുട്ടിൽ നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം. ഈ കൈ ഇങ്ങനെ വെക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ വെച്ച കൈ കാണുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കണം. ഈ കൈ ഇങ്ങനെ തന്നെ വേണം. അപ്പൊ നേരത്തെ നമ്മൾ തക്ബീർ ചെയ്യുന്ന അവസരത്തിൽ കൈ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഉള്ള കൈ ഉണ്ടല്ലോ, ആ കൈയിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ? കിബിലയിലേക്കായിരിക്കണം, അല്ലെ? കിബിലയിലേക്കായിരിക്കണം. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്റ്റൻസ് വേണം വിരലുകൾക്ക്. കൈ വലിയ ഡിസ്റ്റൻസ് ഇങ്ങനെ ആക്കേണ്ടതില്ല, ചെറിയൊരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൽ അതേ രൂപത്തിൽ തന്നെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ ശേഷം നമ്മൾ ഇങ്ങനെ എടുത്ത് നേരെ കിബിലയിലേക്ക് വെക്കുകയാണെങ്കിൽ എല്ലാ വിരലുകളും കിബിലയിലേക്ക് വെക്കണം. പല എങ്ങനെയാണ് നമ്മൾ വെക്കാറുള്ളത് നോക്കാം. ചിലര് ഇങ്ങനെ നോക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ കൈയൊക്കെ എടുത്താൽ കിബിലയിലേക്ക് കിട്ടുമോ? ഇല്ല, രണ്ടും തെക്ക് വളർത്തും. ഇങ്ങനെ വെച്ചാൽ കിട്ടൂല, ഇങ്ങനെ പോകും, ഇങ്ങനെ. വലിയൊരു സുന്നത്താണ്, പലരും നഷ്ടപ്പെടുത്തുന്ന സുന്നത്ത്. അതുപോലെ തന്നെ റുകൂ ചെയ്യുന്ന അവസരത്തിൽ പുരുഷന്മാർ ഈ കൈ രണ്ട് പാർശ്വഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിർത്തുക. ഇതുപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയാലും മതി, സുന്നത്ത് തന്നെ. ഇങ്ങനെ ചെയ്ത് കാണിച്ചാൽ നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് അത്രയും റിസ്ക്. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഈ പാർശ്വഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിർത്താനുള്ള സുന്നത്താണ്. ഇങ്ങനെ വെക്കരുത്. അത് സ്ത്രീകളാണ് വെക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെ കൂട്ടിയിട്ടാണ് വെക്കുന്നത്.
നമ്മൾ ഇങ്ങനെ വിട്ടു. അതുപോലെ തന്നെ വയറും അതുപോലെ ഈ തുടഭാഗവും അതും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരിക്കും. ഇനി പ്രധാനപ്പെട്ട സുന്നത്താണ് റുകൂഇൽ ചൊല്ലേണ്ട ദിക്ർ. എന്താ ചൊല്ലാനുള്ളത്? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലേണ്ട സുന്നത്താണ്. അത് 11 വരെ ഒറ്റക്ക് സ്കരിക്കുന്ന ആൾക്ക് പറ്റും. ഇമാം എല്ലാവരും പറഞ്ഞു നിങ്ങൾ എത്ര ശരിയാലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ ഇമാമിനും പറ്റും. അതല്ലാതെ തന്നെ ഒരുപാട് ദിക്റുകളുണ്ട്, അതൊക്കെ ചോദിച്ച് പഠിക്കാം. അത് ചൊല്ലൽ പ്രത്യേക സുന്നത്താണ്. ഇനി വരുന്ന കറാഹത്തുണ്ട്. കറാഹത്തിൽ ഒന്ന് അകലു റുക്കൂവിന്റെ മേൽ ചുരുക്കുക എന്നത് കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ കൈ വെളുത്തിച്ചാൽ റുക്കൂ കിട്ടി, ഫർദ് മാത്രം എടുത്തു പോരുക, അത് കറാഹത്താണ്. അത് ചെയ്യാൻ പാടില്ല. കറാഹത്ത് ഒന്നും നിസ്കാരത്തിൽ വല്ലാതെ സൂക്ഷിക്കണം. അതിനാൽ കറാഹത്ത് പ്രത്യേകം എടുത്ത് പറയുന്നു. രണ്ടാമത് റുക്കൂയിൽ ഇരിക്കുമ്പോൾ ഒന്നും ചൊല്ലാതിരിക്കാനും, ഒന്നും ചൊല്ലുന്നില്ല, ദിക്ർ ചൊല്ലാതിരിക്കുക, അത് കറാഹത്താണ്. ഒരു തവണ സുബ്ഹാനല്ലാഹ് എന്നെങ്കിലും ചൊല്ലിയാൽ കറാഹത്ത് ഒഴിവായി കിട്ടും. പക്ഷെ അത് ഖിലാഫിലൊക്കെയാണ്. ചിലർ പറഞ്ഞ ഒരു തവണ ചൊല്ലിയാൽ കറാഹത്ത് തന്നെയാണ്. അത് 3 തവണ തന്നെ ചൊല്ലുക, 3 തവണ തന്നെ എല്ലാവരും ചെയ്യും. അതുപോലെ റുക്കൂ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞ ഒരു പലക പോലെ വേണമെന്ന് പറഞ്ഞില്ലേ, ആ പലക പോലെ അല്ലാതെ ഒന്നുകിൽ തല ഇങ്ങനെ താഴ്ത്തിയിട്ട് പറ്റേ താഴ്ത്തി, അത് പറ്റില്ല, ഇത് കറാഹത്താണ്. ഇപ്പൊ പലക തൊട്ട് വിട്ടില്ലേ, അതന്നെ ഇപ്പൊ വിട്ടില്ല, ഇങ്ങനെ ആവുമ്പോ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അത് നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കണം. ഇങ്ങനെ വരാൻ പാടില്ല, ഏത് ഷേപ്പിൽ വല്ലാണ്ട് കുനിയാൻ പാടില്ല. അത് എത്ര കുഞ്ഞാൻ നമുക്ക് ഇങ്ങനെ തോന്നും, മനസ്സിലായി? അപ്പൊ പറ്റിങ്ങനെ തല തത്താൻ പാടില്ല. അത് കണ്ണാടിയിൽ നോക്കിയിട്ട് തന്നെ ചെയ്യണം. അവനെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ലല്ലോ, അത് കണ്ണാടിയിൽ നോക്കി ശരിയാക്കും. അതുപോലെ തന്നെ തല ഇങ്ങനെ പിടിക്കും. അതുപോലെ തന്നെ മുട്ട് ചേർത്ത് പിടിക്കാൻ പാടില്ല. അതും നേരത്തെ പറയേണ്ടത്, മുട്ടിനെ ചേർത്ത് പിടിക്കാൻ പാടില്ല. ചിലരുണ്ടാവും വളച്ചു പിടിച്ച് ചേർത്ത് പിടിച്ച്, ഇതൊന്നും പാടില്ല. ഇതൊക്കെ കറാഹത്തിലേക്ക് നയിക്കും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. റുക്കൂ ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് നഷ്ടമായി പോകും. അല്ലാഹു തആല അതൊക്കെ തിരുത്തി നല്ല രൂപത്തിൽ പരിഹരിച്ച് നിർവഹിക്കണം. അതിന് കാലം എത്ര അനത്തി വെക്കണം. അതാ പറഞ്ഞ ഞാൻ അങ്ങനെ തിരുത്തണം. നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ നിൽക്കുന്ന അവസരത്തിൽ ഒരു ചാണ് വെക്കാനുള്ള സുന്നത്ത് പറഞ്ഞില്ലേ, പറഞ്ഞിട്ട് അന്നത്തെ ക്ലാസ്സിൽ ചില വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കാൻ എല്ലാം നമ്മൾ തിരുത്തുക. എല്ലാ തെറ്റുകളും തിരുത്തി നല്ല രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവിധ കർമ്മങ്ങളും അതിന്റെ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ, റഹ്മാനായ റബ്ബേ. ഞങ്ങൾ ഈ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിച്ചതിന്റെ മിസിൽ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനേ. ഇവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരെയും ഞങ്ങളെയും സ്വർഗ്ഗസ്ഥരാക്കണേ അല്ലാഹ്, നരകത്തിലിടല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, 10ലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹുവിന്റെ സുബ്ഹാന ജമാഅത്തിൽ നടത്തിയ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ, റഹ്മാനായ റബ്ബേ. ഞങ്ങളെല്ലാം മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹസ്നുൽ ഖാതിമത്ത് സാധ്യമാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദറിൽ വല്ല വിപത്തും സംഭവിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവേ, അതെല്ലാം നീ ഞങ്ങളെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ റഹ്മാനേ. അപകടങ്ങളിലും പെട്ടെന്നുള്ള മരണങ്ങളിലും അല്ലാഹുവേ, ആക്സിഡന്റുകളിലും മോശമായ മരണങ്ങളിൽ ഞങ്ങൾക്ക് കാവലേകണേ അല്ലാഹ്. ഇന്ന് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وسلم. سبحان ربك رب العزة عما يصفون.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു